ഗർഭകാലത്ത് കിടന്നാലും ഇരുന്നാലും നടുവേദന, കാലുകൾ വല്ലാതെ വീർക്കുന്നു. ഇത് നോർമലാണോ? വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സുരക്ഷിത മാർഗങ്ങൾ അറിയാം. ഗർഭകാലത്ത് ബാക്ക് പെയിനും കാലുകൾ വീർക്കുന്നതും വളരെ സാധാരണയായ പ്രശ്നമാണ്. ഹോർമോൺ മാറ്റങ്ങൾ, ഭാരം കൂടുന്നത്, ബ്ലഡ് ഫ്ലോയിലെ വ്യത്യാസങ്ങൾ എന്നിവയാണ് പ്രധാന കാരണം. ഈ വീഡിയോയിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നു, എങ്ങനെ കുറയ്ക്കാൻ, എപ്പോൾ ഡോക്ടറെ കാണണം എല്ലാം വിശദമായി നോക്കാം. കുഞ്ഞിൻ്റെ ഭാരം കൂടുന്നതും റിലാക്സിൻ ഹോർമോൺ കാരണവും സന്ധികൾ ലൂസാകുന്നതും തെറ്റായ ഇരിപ്പും നിൽപ്പും നീണ്ട നേരം ഒരേ പൊസിഷനിൽ ഇരിക്കുന്നതും ഒക്കെയാണ് നടുവേദന ഉണ്ടാകാനുള്ള കാരണം. പ്രത്യേകിച്ച് 7, 8, 9 മാസങ്ങളിൽ ആണ് കൂടുതലായും ഗർഭിണികൾ നടുവേദന അനുഭവപ്പെടുന്നത്. നടുവേദന കുറയ്ക്കാനുള്ള സുരക്ഷിതമായ മാർഗങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്നാമതായി, ശരിയായ പോസ്ചർ. നിൽക്കുമ്പോൾ നിവർന്ന് നിൽക്കാൻ ശ്രമിക്കുക. ഇരിക്കുമ്പോൾ ബാക്ക് സപ്പോർട്ട് ഉപയോഗിച്ച് ഇരിക്കുക. കുനിഞ്ഞു നടക്കരുത്. രണ്ടാമതായി, ഉറങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെരിഞ്ഞ് കിടക്കാൻ ശ്രമിക്കുക. കാലുകൾക്കിടയിൽ ഒരു പില്ലോ വെക്കുക. വയറിന് സപ്പോർട്ട് ചെയ്ത് ഒരു പില്ലോയും കൂടി വെക്കുക. മൂന്നാമതായി, ചൂടുവെള്ളം കൊണ്ട് ലോവർ ബാക്കിൽ കംപ്രസ് ചെയ്യുക. ദിവസത്തിൽ 1-2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതാണ്. നാലാമതായി, പ്രഗ്നൻസി ടൈമിൽ സേഫ് ആയിട്ടുള്ള എക്സസൈസുകൾ, കാറ്റ് കൗ സ്ട്രെച്ചസ്, പെൽവിക് ടിൽറ്റ്, വാക്കിംഗ് ഇതൊക്കെ ഡോക്ടറുടെ അനുവാദത്തോടു കൂടി ചെയ്യുക. കഠിനമായിട്ടുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കുക. ശരീരത്തിലെ ഫ്ലൂയിഡ് റിട്ടൻഷനും ഗർഭപാത്രം വെയിൻസിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നതും ചൂടുള്ള കാലാവസ്ഥയും കൊണ്ട് കാലുകൾ വീർക്കാം. കാലുകൾ വീർക്കുന്നത് കുറയ്ക്കാനായി കാലുകൾ ഉയർത്തി വെക്കുക. കിടക്കുമ്പോൾ പില്ലോ ഉപയോഗിച്ച് കാലുകൾ ഉയർത്തി വെക്കുക. കൂടുതലും ഫ്ലാറ്റ് ആയിട്ടുള്ള സാൻഡൽസ് യൂസ് ചെയ്യുക. ടൈറ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഒഴിവാക്കുക. ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക. പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. വെള്ളം ധാരാളം കുടിക്കുക. ഇത് ഫ്ലൂയിഡ് റിട്ടൻഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി വളരെ കൂടുതൽ വീക്കം, മുഖം, കണ്ണ്, കൈകാലുകൾ വീർക്കുന്നത്, തലവേദന, കണ്ണിൽ മങ്ങൽ, BP കൂടുക ഇതൊക്കെ പ്രീക്ലാംസിയയുടെ ലക്ഷണങ്ങളാകാം. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണുക. ഡെയിലി ജെന്റ്ലി ആയിട്ടുള്ള മൂവ്മെന്റ് ഒക്കെ തുടരുക. സ്ട്രെസ് കുറയ്ക്കുക. എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഡോക്ടർ പറഞ്ഞ എല്ലാ സപ്ലിമെന്റ്സും കൃത്യസമയത്ത് കഴിക്കുക. നടുവേദനയും കാലുകൾ വീർക്കുന്നതും ഭൂരിഭാഗം സമയങ്ങളിൽ നോർമലാണ്. പക്ഷേ ശരിയായ കെയർ എടുത്താൽ ഇത് കുറെയൊക്കെ കുറയ്ക്കാൻ കഴിയും. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഡോക്ടറെ സമീപിക്കാൻ മടിക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്യുക. ഗർഭകാലത്തിൻ്റെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.